ഉപദ്രവിക്കുന്ന ശീലങ്ങൾ നേരത്തെ ഉണ്ടായിട്ടില്ല. ഇവിടെ വെച്ച് കുഞ്ഞു കൊച്ചിന്റെ നെഞ്ചത്തേക്ക് അവൾ ഒരു അടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിങ്ങനെ തടിച്ചിട്ട് എൻ്റെ കൊടുത്തു. അതില്ലാണ്ട് നമ്മളൊന്നും ചെയ്യാറില്ല. പക്ഷെ അന്ന് കൊണ്ടുപോയപ്പോഴാണ് ടോർച്ചിനടിച്ചത്, തലക്കിട്ട് അടിച്ചു. കഴിഞ്ഞ ദിവസം കേരളത്തിനെ തന്നെ നടുക്കിയ ഒരു ന്യൂസായിരുന്നു സന്ധ്യയുടെ ന്യൂസ്. സ്വന്തം മകളായിട്ടുള്ള കല്യാണിയുടെ അടുത്ത് ഇത്ര ക്രൂരമായിട്ട് ഒരു അമ്മയ്ക്ക് പെരുമാറാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ വരെ ചിന്തിക്കാൻ തോന്നിയ ഒരു ന്യൂസായിരുന്നു കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നത്. ഇതിന് ശേഷം കുറേയധികം ഫേക്കായിട്ടുള്ള ന്യൂസൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇവർക്ക് കാമുകനുണ്ട്, അതുകൊണ്ടാണ്, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഇൻഷുറൻസിൻ്റെ തുകയ്ക്ക് വേണ്ടിയാണോ, ഇങ്ങനെയൊക്കെ കുറേയധികം ന്യൂസും കാര്യങ്ങളും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഫേക്കായിട്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇതുവരെ കൺഫേമായിട്ട് ഒന്നും തന്നെ ഇല്ല. സന്ധ്യ ഉണ്ടെങ്കിൽ സ്വന്തം കുട്ടിയെ ഇത്ര ക്രൂരമായിട്ട് ആ ഒരു കാര്യം ചെയ്ത് താനാന്ന് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ എന്തിന് ചെയ്തു എന്നുള്ളത് സന്ധ്യ ഇതുവരെ വെളിപ്പെടുത്തിയതോ ഒന്നും തന്നെ ഇല്ല. ഇപ്പം നിങ്ങൾ ആ ഒരു ഫസ്റ്റ് കണ്ട വീഡിയോസൊക്കെ സംസാരിക്കുന്നത് ഈ ഒരു സന്ധ്യയുടെ ഭർത്താവൊക്കെയാണ്. ഭർത്താവ് പറഞ്ഞൊരു കാര്യം, കുട്ടികളോട് ഇതേ രീതിയിൽ തന്നെ നേരത്തെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു, ടോർച്ച് വെച്ച് അടിച്ചിട്ടുണ്ടായിരുന്നു, ഇതുപോലെ തന്നെ നേരത്തെയും പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നു കുട്ടികളെ അപായപ്പെടുത്താൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഹസ്ബൻഡ് പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹം വീട്ടിലില്ലായിരുന്നു, അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇപ്പോൾ ആശുപത്രിയിലാണ് എന്നുള്ളൊരു കാര്യമൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ മെയിനായിട്ടുള്ളൊരു കാര്യം, ഈ ഒരു സന്ധ്യ ചെയ്തത് ഒരിക്കലും നമുക്ക് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം സ്വന്തം കുട്ടിയെ തന്നെ ഇങ്ങനെ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേന് എന്താണ് ഇവരുടെ മനോസ്ഥിതി എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്തായാലും അതിനുള്ള ശിക്ഷ അവർക്ക് അനുഭവിച്ചേ പറ്റത്തുള്ളൂ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ഹസ്ബൻഡായാലും ഈ ഒരു അമ്മായിയമ്മ ആരായാലും ശരി, ഇവർ ആ ഒരു വീട്ടിൽ ഇനി എന്തുമാത്രം ക്രൂരത വല്ലതും അനുഭവിച്ചിട്ടുണ്ടോ, എന്താണ് ഇത്രമാത്രം ഒരു മനോനിലയിലേക്ക് എത്താനുള്ള ഒരു കാര്യം. എന്തായാലും സ്വന്തം കുട്ടിയോടൊക്കെ ഇത്രയും കാണിക്കണമെങ്കിൽ തന്നെ ഉറപ്പായിട്ടും പറയാം അവരുടെ മാനസിക നില ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. ചിലപ്പോൾ അവർക്ക് ഭയങ്കര ഡിപ്രഷൻ എന്തെങ്കിലുമൊക്കെ കാണാം. ഇതൊക്കെ അറിയണമെങ്കിൽ ഇനി ഇവരെ ഈ ഒരു ഭർത്താവിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ അമ്മായിയമ്മയുടെ കയ്യിൽ നിന്നോ എന്തെങ്കിലുമൊക്കെ ആ ഒരു വീട്ടിൽ അവർ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. അതറിയാതെ നമുക്കൊന്നും തന്നെ പറയാൻ പറ്റത്തില്ല. അതിന് ഇനി പോകെ പോകെ അത് അന്വേഷിച്ച് പോലീസ് കണ്ടുപിടിക്കുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു ഭർത്താവൊക്കെ ഇങ്ങനെ ഉപദ്രവിക്കുന്നു എന്നൊക്കെ, കുട്ടികളെ നേരത്തെ ഉപദ്രവിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ ഫുള്ള് കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ച് തെളിവ് കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അതുവരെ നമുക്കൊന്നും തീർച്ച പറയാൻ പറ്റില്ല. പക്ഷേ എന്തായാലും ആ ഒരു പോയ ജീവൻ എന്ന് പറയുന്നത് നമുക്കൊരിക്കലും തിരിച്ച് കിട്ടാത്ത ഒന്നാണ്. ഈ ഒരു സന്ധ്യ ചെയ്ത് വളരെ ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു കേസിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളുടെ എന്താണ് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളെന്താണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്ന് പറയാൻ മറക്കാതെ. ഓക്കെ, ബൈ.